ഹലോ, ഞാൻ പൂജപ്പാടത്താണേ. പൂജപ്പാടം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഉദയം പൂജ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ പൂജപ്പാടം എന്ന് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചപ്പുറത്ത് മാറി ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അവിടെ വെച്ചാണ് ഉദയം പൂജ നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ തലേ ദിവസം തന്നെ അമ്പലത്തിലേക്ക് പോകുകയും 3 ദിവസമാണ് കേട്ടോ പൂജ. അതിൽ രണ്ടാമത്തെ ദിവസം ഉച്ചക്ക് എല്ലാവരും അമ്പലത്തിൽ നിന്നാണ് ഊണ് കഴിക്കുന്നത്. അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് ഈ കാണുന്നതെല്ലാം. അവിടെ വരുന്ന ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി തോരന് അരിഞ്ഞുകൊണ്ടിരിക്കുവാണേ. ക്യാബേജ് തോരനാണ്. ഞാൻ ചെന്നപ്പോഴേക്കും ഇച്ചിരി ലേറ്റായി പോയായിരുന്നു. അതുകൊണ്ട് കറികളൊക്കെ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്യാബേജ് തോരൻ അരിയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, പ്രസീത. അവൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടേ വേഗം വന്ന് അരിഞ്ഞതാണേ. തോരത്തിനുള്ള തേങ്ങ ചിരണ്ടലാണ് കേട്ടോ. അത് നമ്മുടെ ധനശ്രീയാണ് കേട്ടോ. ധനശ്രീനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? ധനശ്രീയായിട്ട് നമ്മൾ ഇതിനു മുമ്പും വേറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടേ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? തോരത്തിനെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് അച്ചാർ അടുപ്പത്താണ്. മാങ്ങാച്ചാറാണ് കേട്ടോ. ഈ പൂജപ്പാടത്ത് റെഡിയാക്കുന്ന കറികൾക്കൊക്കെ എന്ത് ടേസ്റ്റ് ആണെന്നറിയോ? അച്ചാറൊക്കെ സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അച്ചാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മാറ്റിക്കഴിഞ്ഞ് പിന്നെ തോരനും കൂടി വെച്ചാൽ മതിയേ. അപ്പോഴേക്കും ചോറ് റെഡി. ഇനി നമുക്ക് അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാവേ. അവിടെ എന്താ പരിപാടി എന്ന് അറിയണ്ടേ? ഇവിടെ കാര്യമായിട്ട് തന്നെ അരി പേറ്റിക്കൊണ്ടിരിക്കുകയാണേ. അമ്മയും രാധാമ്മയും കൂടിയാണ് കേട്ടോ അരി പേറ്റുന്നത്. നിങ്ങൾക്കറിയാവോ അരി പേറ്റാൻ? എന്താ ഇതുപോലെ മുറത്തിൽ എനിക്ക് ഒരു പിടിയില്ലാത്തൊരു സംഗതിയാണ് കേട്ടോ. ഞാൻ ചുമ്മായിട്ട് തട്ടിക്കൊണ്ടിരിക്കും എന്നല്ലാണ്ട് ഇതിനകത്ത് ഒന്നും സെപ്പറേറ്റ് ആയി വരില്ല. അമ്മ നന്നായിട്ട് ചെയ്യും. എന്നിട്ട് അമ്മ ഇടയ്ക്ക് ഞങ്ങളെ വഴക്കിടും. ഒന്ന് ശ്രമിച്ചു പോലും നോക്കില്ലല്ലോ എങ്ങനെ ചെയ്യണ്ടേന്നും ചോദിച്ച്. എനിക്ക് മടിയാണ് കേട്ടോ, അതാണ് കാര്യം. ആ പേറ്റി അരിയാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് ഇതെല്ലാം ആ നാഴി കൊണ്ട് അളന്ന് ചാക്കിനകത്ത് ഇടുവേ. എന്തിനാണെന്നറിയോ? ഇത് കഴുകി വാരി വെച്ചിട്ട് പൊടിച്ചെടുക്കും. ആ പൊടി കൊണ്ടാണ് പൂജാപ്പം ഉണ്ടാക്കുന്നത്. ഇതുപോലത്തെ രീതിയൊക്കെ പണ്ട് കല്യാണ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ ഈ നാട്ടിൻപുറത്തൊക്കെ ഇപ്പോൾ കല്യാണ വീടുകളിലൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ പൂജ വരുമ്പോൾ തലേ ദിവസമൊക്കെ ഇങ്ങനത്തെ ചില കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് അവിടെ പോയിരുന്ന. സമയം പോകുന്നതേ അറിയില്ല. എത്ര നേരം വേണമെങ്കിലും നമുക്കിരിക്കാം. പണ്ടൊക്കെ ഈ അരി ഒരലിട്ട് എല്ലാവരും കൂടി പൊടിച്ചെടുക്കുകയാണേ ചെയ്യാറ്. പക്ഷേ ഇപ്പം അതാരും ചെയ്യാറില്ല. നേരെ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കും കേട്ടോ. ഇതെന്താണെന്നറിയോ? ഇതാണ് തിരി. പൂജാപ്പം എല്ലാം പാത്രത്തിൽ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ 2 സൈഡിലും ഈ തിരി അങ്ങ് കത്തിച്ച് വെക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. പൊതുമ്പ് കൊണ്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് പൊതുമ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് തുണി ഇങ്ങനെ ചുറ്റിയെടുക്കും. അങ്ങനെയാണ് കേട്ടോ തിരി ഉണ്ടാക്കുന്നത്. ശാന്തിമാർ 2 പേരും കൂടി തിരി റെഡിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ. ഇന്ന് പിന്നെ ചൂട് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിലോ ചൂടത്ത് ഈ ഷീറ്റിൻ്റെ അടിയിലൊന്നും ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അവിടെ കണ്ടോ നവധാന്യങ്ങളൊക്കെ ഉണക്കാനിട്ടിരിക്കുവാണേ. ഈ അപ്പത്തിൻ്റെ കൂടെ ചേർക്കുന്നതാണ് കേട്ടോ. അപ്പത്തിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാവേ. ഞാൻ അത് ഈ അമ്പലം ഒന്ന് ചുറ്റി കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ തുള്ളലൊക്കെ നടക്കുന്നതാണേ. ഇനി തുള്ളൽ വരുമ്പോൾ നമുക്ക് കാണാൻ പോകാവേ. അതിനിടക്കാണ് അവിടെ വെന്ത വെളിച്ചെണ്ണ റെഡിയാക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ വേഗം പോയി വീഡിയോ എടുത്തു. വെന്ത വെളിച്ചെണ്ണ എല്ലാവർക്കും എന്താണെന്ന് അറിയാമായിരിക്കും അല്ലേ? നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ. അതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഐറ്റമാണ് ഈ വെന്ത വെളിച്ചെണ്ണ. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ എന്ത് രുചിയാണെന്നറിയോ? ആ വെളിച്ചെണ്ണയ്ക്ക് നല്ല സ്മെല്ലുമാണ്. ഇപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ ഒറിജിനലായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് രസം. പേറ്റ് വെച്ച അരിയില്ലേ, അത് കുറച്ചെടുത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം അപ്പം ഉണ്ടാക്കാൻ പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പുതിയൊരാളെ പരിചയപ്പെടുത്തി തട്ടെ. ഇത് കണ്ടോ, ഇത് നമ്മുടെ തൊട്ട അയൽവക്കത്തെ കുട്ടിയാണേ. ഇവനെ കാണുമ്പോഴേ എല്ലാവരും ഓടിച്ചെല്ലോട്ടോ എടുക്കാൻ. അല്ലെങ്കിലും കുഞ്ഞു കുട്ടികളെ എടുക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. എൻ്റെ കയ്യിലും കുറേ സമയം ഇരുന്നേട്ടോ വീഡിയോ എടുത്തിട്ട് ഒന്ന് ക്യാമറ ഇട്ട് നോക്കാൻ പറഞ്ഞിട്ട് എവിടെ അവൻ നോക്കിയതേ ഇല്ല. അവൻ അവിടെ മുഴുവൻ മുകളിലേക്ക് നോക്കുവാണേ. ഇതെന്താ സംഭവം എന്നൊക്കെ നോക്കുന്നതായിരിക്കും. അങ്ങനെ ഇതാ എല്ലാവരും ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ. പിള്ളേരൊക്കെ ആദ്യം ഇരുന്നേ. ഐവിൻകുട്ടനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കഴിക്കാനാണോ എന്നറിയില്ല. ഞാൻ പിന്നെ പറഞ്ഞു കുറച്ച് ചോറ് ഇട്ടാൽ മതി എന്ന്. ബാനുട്ടിനെ നോക്കിക്കേ. ബാനുട്ടിക്ക് രാവിലെ തന്നെ ചെറിയൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മരുന്ന് കൊടുത്താണ് കൊണ്ടുവന്നത്. ഇവിടെ വന്ന് ഓടിക്കളിച്ച് വന്നപ്പോഴേക്കും അവളുടെ സ്വഭാവം മാറി. തീരെ വയ്യ കേട്ടോ. നല്ല ചൂടും ഉണ്ടായിരുന്നേ. പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കൊണ്ടുപോയി കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചു. പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ ചോറ് കഴിക്കാനായിട്ട് വരില്ല. അപ്പം പിന്നെ ചോറ് കൊടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇനി കറികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാവേ. ആദ്യം അച്ചാറാണ് കേട്ടോ ഇട്ടത്. പിന്നെ പച്ചമാങ്ങ പച്ചടി ഉണ്ടായിരുന്നു, ബീറ്റ്റൂട്ടിൻ്റെ പച്ചടി ഉണ്ടായിരുന്നു, പിന്നെ തോരനുണ്ടായിരുന്നു, നമ്മുടെ ക്യാബേജ് കൊണ്ട് അരിഞ്ഞ തോരനില്ലേ അതുണ്ടായിരുന്നു, പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു. എല്ലാം നല്ല സൂപ്പറായിരുന്നേ. ഐവിൻകുട്ടന് എല്ലാ കറിയും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടോ. അവൻ ചോറ് ഫുള്ള് കഴിക്കുകയും ചെയ്തു. ഈ കറികളൊക്കെ അടിപൊളിയാണെന്നും പറഞ്ഞ്. നമ്മുടെ തകടുകുട്ടൻ ഇവിടെ ചോറ് കഴിക്കുന്നുണ്ട്. ഭയങ്കര മടിയനാണ് കേട്ടോ. അവൾ ചോറും കൊണ്ട് ചെല്ലുമ്പോഴേക്കും അവൻ തുപ്പി താഴ്ത്തിടും. അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇവനെ നോക്കാത്തതുകൊണ്ടായിരിക്കും അവൻ തോണ്ടി തോണ്ടി അമ്മേനെ വിളിക്കുമായിരുന്നു കേട്ടോ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ കാണിക്കാനുണ്ട്. വൈകുന്നേരത്തെ താലം പൊക്കുന്നതും അതിൻ്റെ അടുത്ത ദിവസത്തതും അങ്ങനെ ഒത്തിരി. എല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് അടുത്ത പാർട്ടായിട്ട് ബാക്കി എല്ലാ വിശേഷങ്ങളും കാണിക്കാവേ. അപ്പോൾ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ
ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയേ. പിന്നെ വൈകുന്നേരമാണ് കേട്ടോ വന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.